Thank you. Shall we start? Yes, ma'am. Yeah. Okay. Good evening, all. എല്ലാവർക്കും വിംബിൾ അക്കാഡമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ അനൂജ, സൈക്കോളജിക്കൽ കൗൺസിലറാണ്. ഒറ്റപ്പാലമാണ് സ്വദേശം. ഏകദേശം 1 വർഷത്തോളമായി ഈ ഒരു മേഖലയിൽ വന്നിട്ട്. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കുട്ടികൾ, നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പാരൻസ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വളർച്ചയുടെ കാര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും വറീഡ് ആവും, അല്ലെ? അതായത് കുട്ടികളുടെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റ് എന്നത്. അതായത് അവർ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും അതുപോലെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ അവരുടെ ആ ഒരു വളർച്ചയിൽ അവരെ നമ്മൾ പ്രാപ്തരാക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ഇത്തരം കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ഭാവി ജീവിത വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ഒരു വിഷയം നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ കുട്ടികളുടെ വളർച്ചയെ, കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഇന്ന് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്, അതായത് കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ എന്ന ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് നമ്മളോട് ഒന്ന് സംവദിക്കാനും നമുക്ക് കുറെ വിലയേറിയ വിവരങ്ങൾ പറഞ്ഞു തരാനും കുറെ അറിവ് കൈമാറാനായിട്ട് നമ്മുടെ അഫ്നാൻ മാം ആണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc കംപ്ലീറ്റ് ചെയ്ത മാം നിലവിൽ 3 ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പിയിൽ ഒരു കോഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വളരെ ബിസി ഷെഡ്യൂളിലാണ് മാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ബിസി ഷെഡ്യൂളിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് കുറച്ച് വിലയേറിയ അറിവുകൾ തരാനും ഇവിടെ വന്നിട്ട് സമയം കണ്ടെത്തിയതിന് മാമിനോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി മാമിനെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം മാം. അഫ്നാൻ മാം ഓഡിബിൾ അല്ല കേട്ടോ. ഇപ്പോഴും ക്ലിയർ അല്ല അഫ്നാൻ മാം. ഇപ്പോഴും ക്ലിയർ അല്ല. ഹലോ ഹലോ, ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് മാം, ഹലോ, കേൾക്കാം. ക്ലിയർ ആയോ? ഓക്കെ യെസ്, അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പറയണേ. അനുജ ഓഡിബിൾ മാമിന്റെ ആണ്. ഇൻട്രൊഡക്ഷൻ സ്പീച്ച് മിസ്സായി പോയി. നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം എനിക്ക് വീണ്ടും റീജോയിൻ ചെയ്യേണ്ടി വന്നു. സോ ഐ റിയലി മിസ്ഡ് ഇറ്റ്. ഓക്കെ ദെൻ, ഗുഡ് ഈവനിങ് എവരിബഡി. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഈ സെഷനിൽ ഈ സമയത്ത് മറ്റെല്ലാ തിരക്കുകളൊന്നും മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം ഒരു സെഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതിൽ എല്ലാവർക്കും ഐ എം വെരി താങ്ക്ഫുൾ. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടികളിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും അതേപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റുമാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യാനും അല്ലെങ്കിൽ ചിന്തിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒരു പുതിയ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അവരെങ്ങനെ ലേൺ ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രോസസ്സ് പറയുന്നത്. ഓരോ ഏജിലും കുട്ടികൾ കാണിക്കുന്ന ബിഹേവിയർ ആയിക്കോട്ടെ, അതേപോലെ ക്യാരക്ടർ ആയിക്കോട്ടെ, തിങ്കിങ് കപ്പാസിറ്റി ആയിക്കോട്ടെ, എല്ലാതും ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇപ്പോൾ ഇതിൽ ഭൂരിഭാഗം മിക്കവാറും എല്ലാ ആളുകളും പാരൻസോ ടീച്ചേഴ്സോ മറ്റു ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന ആളുകളോ കെയർ ഗിവേഴ്സോ ഒക്കെ ആയിരിക്കാം. സോ ഫസ്റ്റൊക്കെ നമ്മൾ ആസ് എ പാരന്റ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചൈൽഡിനെ നോക്കി കാണുന്നത് ഒരു കുട്ടി എന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ
അത് ഏകദേശം കുട്ടി കുറച്ച് വലുതായി അല്ലെങ്കിൽ സെക്കൻഡ് ബേബി വരുന്നത് വരെ നമ്മൾ ഭയങ്കര ഈഗറായിട്ട് വാച്ച് ചെയ്യുന്ന ഓരോ മൈൽ സ്റ്റോണും ഭയങ്കര ഈഗറായിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഭയങ്കര നെർവസ് ആയിട്ടൊക്കെ നമ്മൾ വാച്ച് ചെയ്യും. ഓരോ മൈൽ സ്റ്റോണും അല്ലെങ്കിൽ അത് ഓരോന്നും ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ നോക്കും ഇന്ന വയസ്സിൽ കുട്ടി എന്തൊക്കെ ചെയ്യണം, എത്ര വയസ്സാകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്തൊക്കെ ചെയ്യാത്തതുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഓരോ കുട്ടിയുടെ ഓരോ മൈൽ സ്റ്റോൺസും അല്ലെങ്കിൽ ഓരോ ഡെവലപ്മെന്റും നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വരും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പാരൻസിനൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ന്യൂജൻ പാരൻസ് ഒന്നും കൂടി കോൺഷ്യസ് ആണ്. കാരണം ആ, അവർക്ക് പണ്ടുള്ള പാരൻസിന് എന്താണ് പാരന്റിങ് എന്നുള്ളതോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പാരന്റിങ് സ്റ്റൈൽസ് എന്നുള്ളതോ ആ രീതിയിൽ കുട്ടികളെ വളർത്തുക അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിൽ കുട്ടികളെ വളർത്തുക എന്നതിലുപരി അവർ പണ്ട് മുതലേ കണ്ടുവന്ന അല്ലെങ്കിൽ ഫുള്ള് സോഷ്യൽ ഒക്യുപ്പൈഡ് ആയിരിക്കും കുട്ടികളൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് പാരൻസ് മോസ്റ്റ് ഓഫ്ലി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് അവരുടെ കുട്ടികളെ കുറിച്ചിട്ട്, അവരുടെ ഭാവിയെ കുറിച്ചിട്ട്, അവരുടെ കരിയറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ആയിക്കോട്ടെ, അവർ സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതികളായിക്കോട്ടെ, അതിനൊക്കെ കുറിച്ച് അവർ ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബേബി ആണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ കൂടുതൽ പാമ്പർ ചെയ്യും, കൂടുതൽ കൺസേൺ ആയിരിക്കും അവരെ ഓരോ സ്റ്റെപ്സിലും ഓരോ മൈൽ സ്റ്റോൺസിലും. നമ്മൾ ഓരോ ഏജ് എത്തുമ്പോഴും നമ്മളിങ്ങനെ നോട്ട് ചെയ്യണം. ചില ആളുകൾ ചെയ്യാറുള്ളതാണ് കുട്ടി നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ അതല്ലെങ്കിൽ സംസാരിക്കാനോ ഇവൻ ജസ്റ്റ് ഒരു വീക്കോ അല്ലെങ്കിൽ ഇവൻ ഒരു 1 month ഒക്കെ ലേറ്റ് ആവണമെങ്കിൽ അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. എന്നിട്ട് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യും എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇങ്ങനെ, അല്ലെങ്കിൽ ഓരോ മൈൽ സ്റ്റോൺസിൽ എന്തൊക്കെ വേണം, അപ്പൊ ഇവനിത് ഇല്ലല്ലോ അല്ലെങ്കിൽ ഇവൾക്കിത് ഇല്ലല്ലോ, ഇപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത്രയ്ക്കും കോൺഷ്യസ് ആണ്. അതായത് എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിൽ കുട്ടികളെ എങ്ങനെയൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, പാരൻസിന് പ്രത്യേക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഉണ്ട്. ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ് മാം, ഓഡിബിൾ ആണ്. ഓക്കെ. സോ ഇതാണ് ഇപ്പം നടന്നുകൊടുക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എങ്ങനെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസും അതിൻ്റെ കീ ആസ്പെക്ട്സും അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് ആയിട്ടുള്ള കെയറിങ്, ഷെയറിങ്, എംപതറ്റിക്, സിമ്പതറ്റിക്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഇതൊക്കെ എങ്ങനെ കുട്ടികളുടെ ബിൽഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏജിലാണ് ഏതൊക്കെ ചേഞ്ചസ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോണിൽ ഉണ്ടാവുന്നത്, ഓരോ സ്റ്റേജസിലും അവർ എന്തെല്ലാം ഇന്ററാക്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം റെസ്പോൺസ് ആണ് നമ്മുടെ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് എന്ന ആ ഒരു ഡെവലപ്മെന്റൽ ഏജും അവരുടെ കീ ആസ്പെക്ട്സും ആണ് ഇന്നത്തെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൺസ് മോർ ഓൾ ഓഫ് യു വെൽക്കം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് പാരൻസ് ആണ്, അപ്പോൾ നമ്മുടെ മക്കളുടെ ഒരു ഏജ് ഇല്ലേ, അപ്പോൾ നിങ്ങളെ മക്കൾക്കൊക്കെ ഏകദേശം എത്ര പ്രായമായിട്ടുണ്ടാവും? ജസ്റ്റ് കമന്റ് ചെയ്യോ അല്ലെങ്കിൽ യു ക്യാൻ സ്പീക്ക്. ഏതൊക്കെ പ്രായത്തിലുള്ള മക്കളാണ്? 7 എല്ലാവരും and മുതിർന്നവരാണ്. 17. 17. 7 ചെറിയ and മക്കൾ 17. 7 and 17. ഓക്കെ, 11 years. Then below 5 years 8 ആരെങ്കിലും ഉണ്ടോ? 3 3 years. ഓക്കെ. Then below 10 years. 8. എന്റെ രണ്ടാളും ബിലോ 10 ഇയേഴ്സാ. അല്ല, രണ്ടാളല്ല, മൂന്നാളും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഒരു ഒരു പസിൽ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പൊ നമ്മളെ ഈ കുട്ടികളൊക്കെ ഒരു എക്സ്പെഷ്യലി ഒരു 4 year കുട്ടിയാണെന്ന് വെക്കുക. അപ്പൊ ആ കുട്ടി ഒരു പസിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 സ്കില്ലാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ആകുന്നത്. ഏതൊക്കെയെന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടി തനിച്ച് ചില കുട്ടികളൊക്കെ തനിച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഈ കുട്ടി തനിച്ചാണ് ഈ പസിൽ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. സോ അവിടെ 2 സ്കില്ലാണ്. അറ്റൻഷൻ അതൊരു സ്കില്ലാണ്. പ്രോബ്ലം സോൾവിങ് അല്ലേ? പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ലോജിക്കൽ തിങ്കിങ്ങിലേക്ക് കുട്ടി എത്താം. ഓക്കെ. ഇവിടെ മെയിൻലി വരുന്ന 2 സ്കിൽ അല്ലെങ്കിൽ മെയിൻലി വരുന്ന 2 ഡെവലപ്മെന്റ് ആണ്. ഒന്ന് പ്രോബ്ലം സോൾവിങ്ങും ഒന്ന് ഇൻഡിപെൻഡൻസ് അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്. ഒരു സോഷ്യൽ സ്കില്ലാണ്. യെസ്, പ്രോബ്ലം സോൾവിങ്.
അപ്പോൾ ഈ രണ്ട് സ്കില്ലാണ് മെയിനായിട്ട് ആ കുട്ടി ഓർഗനൈസ് ചെയ്യുന്നത്. ചില കുട്ടികൾ കാണാം, ഒരു 4 വയസ്സൊക്കെ ആയ കുട്ടികൾ അധികം ഒറ്റക്ക് കളിക്കുന്നവരെ കാണാം, ഒറ്റക്ക് സംസാരിക്കുന്നവരെ കാണാം. ആ, പിന്നെ കണ്ണാടിയെ നോക്കിങ്ങാണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നുങ്ങാണ്ട് ഇപ്പോഴത്തെ ഒരു ഇതാണ്, കുട്ടികൾ ഫോൺ ഉണ്ടല്ലോ, അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോണിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും സ്ക്വയർ ഷേപ്പിലുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് അവരോട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ ഒരു 4 ഇയർ ആ ടൈമിൽ കാണുന്നതാണ്. കാരണം അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും അവർ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നും. അവരെന്താണോ ആ, പിന്നെ കൺസേൺ ആയിട്ട് അല്ലെങ്കിൽ അവരെന്താണോ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ഇവർ ബോധേഡ് ആവും ചെയ്യും, അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും, അല്ലേ? സോ ഇവിടെ കുട്ടികൾ ലേണിങ്ങും ബിഹേവിയറും ആണ് നോട്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ മക്കളിൽ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ അനുജാമ പറഞ്ഞു 3 ഇയർ ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്, അതേപോലെ 8 ഇയർ, 10 ഇയർ, ബിലോ 10 ഇയേഴ്സിൽ 3 ആളുകളുണ്ട് പറഞ്ഞു. അപ്പൊ ഈ 3 കുട്ടികൾക്കും 3 തരത്തിലായിരിക്കും അവരുടെ തിങ്കിങ് കപ്പാസിറ്റി, ബിഹേവിയർ, ക്യാരക്ടർ, സോഷ്യൽ ഇന്ററാക്ഷൻസ്. സോ ഇവരെ ഇപ്പൊ ഞാൻ അനുജ മാം 3 ആൾക്കാരെ കാര്യം പറഞ്ഞപ്പോൾ പറയാണ്. സോ അനുജ മാം, വാട്ട് യു എക്സ്പീരിയൻസ്, ഈ 3 ആളുകളിൽ നിന്നും ആ, 3 ഡിഫറൻസസ് ഉണ്ടാവുമല്ലോ, അല്ലെ? എന്തൊക്കെ അവർ ചെയ്യുന്നു, എന്തൊക്കെ മുന്നേ അവർ ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ അവർ മാറ്റി തിരുത്തി ഒന്നും കൂടി ഏബിൾ ആയിട്ട് ചെയ്യുന്ന ആളുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ 3 ഇയറുള്ള ആളുകൾക്ക് എബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുപോലെ 8 ഇയർ ആയ ആളുകൾ ലോജിക്കൽ തിങ്കിങ്ങിലായിരിക്കാം. അപ്പോ 12 ഇയറിലേക്ക് എത്തുമ്പോഴാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് എത്തുക. സോ വാട്ട് യു ഒബ്സർവ് ഫ്രം യുവർ 3 കിഡ്സ്? അവരുടെ ആ, കാരണം അതില് മൂത്ത ആളുകൾ ഞാൻ പറഞ്ഞ 8 ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് ട്വിൻസ് ആണ്. ആ ട്വിൻസിൽ തന്നെ രണ്ടുപേരും മൊത്തത്തില് എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് ആണ് അവര്. അപ്പൊ ഒരാള് യെസ് യെസ്. ട്വിൻസിലെ തന്നെ ഒരാള് ഇങ്ങനെ വളരെ ചെറിയ ഏജിൽ തന്നെ അവൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ കുറച്ച് ക്രിയേറ്റീവായി, അതായത് ഡ്രോയിങ് നന്നായിട്ട് ചിത്രം വരയ്ക്കും. അതുപോലെ ഓരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് എന്തെങ്കിലുമൊക്കെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവൻ ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആണ് എപ്പോഴും ഉള്ളത്. എന്തെങ്കിലും എന്ത് സാധനം കിട്ടിയാലും അതിങ്ങനെ അത് നന്നായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് ചെറിയ ഏജിൽ നിന്ന്. ഇപ്പൊ ഒരു 8 ഇയർ ആയി, ഈ ഒരു ഏജ് വരെ എത്തിയിട്ട് അവന്റെ ആ ഒരു സ്കില്ല് നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാ അവന്റെ കൂടെ തന്നെ ഉള്ള ആളാണ് മറ്റേ ആള്. പക്ഷെ അവൻ എൻറ്റയർലി ഡിഫറെന്റാ. അവൻ ഇതിനൊന്നും അല്ല. അവന് കുറച്ചും കൂടി ക്രേസ്, കുറച്ചും കൂടി കളികളിലൊക്കെയാണ് കുറച്ചും കൂടി ക്രേസ്. അതായത് പല ടൈപ്പുള്ള യെസ്. പ്ലേ, അതായത് ഗെയിംസ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടി ക്രേസ്. അതേപോലെ അവനൊരു എന്താ പറയാ, ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ പാട്ടുപാടും, അതുപോലെ കൊട്ടും, അതായത് ചെണ്ട കൊട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിലൊക്കെ നല്ല, അതായത് ചെറിയ പ്രായം മുതലേ അവര് അതിലിങ്ങനെ ഒരു താല്പര്യം അവര് കാണിച്ചപ്പോ നമ്മളത് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തപ്പോ അവര് അതിൽ നല്ല, അതായത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തു ഈ ഒരു ഏജിൽ എത്തിയപ്പോഴേക്കും. അതേപോലെ ചെറിയ ആളും തന്നെ, ആള് യെസ്. പിന്നെ ഇവരെ ഒബ്സർവ് ചെയ്തിട്ടാണ്, ഇവരുടെ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും. അതായത് കളികളാണെങ്കിൽ ഇവിടെ പോലും. ഇപ്പൊ ട്വിൻസിന്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ഇപ്പോ അനുജ മാം ഈവൻ സിംഗിൾ പാരന്റ്, അല്ലെ? ഒരു പാരന്റ് തന്നെയാണ് ഈ 2 മക്കളെയും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 മക്കളെയും വളർത്തുന്നത്. പക്ഷെ 2 പേർക്കും ഈവൻ ട്വിൻസ് ആണെങ്കിൽ പോലും 2 പേരുടെയും ഇഷ്ടങ്ങള്, ഹോബീസ്, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഡെവലപ്മെന്റൽ തിങ്കിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് ആയിക്കോട്ടെ, ഓരോ സ്കിൽസ് രണ്ടും ഡിഫറെന്റ് ആണ്. 2 പേർക്കും ഒരേ വളമാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? ഒരേ രീതിയിലാണ് അവരെ നോക്കിയിട്ടുള്ളത്. പക്ഷെ അവരുടെ എന്താ പറയാ, അവരുടെ കഴിവുകൾ ഡിഫറെന്റ് ആണ്, അവരുടെ താല്പര്യങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഡിഫറെന്റ് ആയിട്ട് എന്താണോ അവർക്ക് ഇഷ്ടപ്പെട്ട ആ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് എന്തിലേക്കാണോ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് എന്താ ചെയ്യണേ, മോൾഡ് ചെയ്തെടുക്കുകയാണ്. കൂടുതൽ ഒന്നും കൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും തോറും അവരിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അനുജമ പറഞ്ഞ പോലെ സെക്കൻഡ് ബേബി അല്ലെങ്കിൽ യുവർ തേർഡ് സൺ, അവർ ഈ മൂത്ത 2 പേരെയും കണ്ടാണ് പഠിക്കുന്നത്. സോ അപ്പൊ ഇവൻ ഒബ്സർവ് ചെയ്യണത് എന്താണ്, ഇവരെ ചേട്ടന്മാരെ അല്ലെങ്കിൽ പിന്നെ അവരാര് കണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൻ എന്തെങ്കിലും എന്തും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവരെ കണ്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അവനത് ചെയ്യാൻ നിർബന്ധനാവും ചെയ്യും. ഓരോ സ്കിൽസ് ലേൺ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ അടുത്ത് ചെന്നാൽ അവർ പഠിക്കുന്നതിനെക്കാട്ടി മുന്നേ ഇവർ പഠിച്ച് തീരും.
അപ്പോൾ ABCD ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യും. കാരണം ഇവരിത് ആദ്യം മുതൽ അല്ലെങ്കിൽ ഓരോ ടൈമിൽ, അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്പെസിഫിക് ടൈമിലാണല്ലോ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേന് ഇവൻ മുതിർന്ന കുട്ടികൾ വരുന്നതിന് മുന്നേ ഇവർ വരും, ഇന്ന് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ഇന്ന് കാക്കാനെ കൊണ്ട് അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് പഠിപ്പിക്കണ്ടേ എന്നുള്ള രീതിയിൽ വരും. കാരണം അവർ ഒബ്സർവ് ചെയ്യുന്നതും അവർ ഫോളോ ചെയ്യുന്നതും ആരെ കണ്ടിട്ടാണ്? അവരെ മുതിർന്നവരെ കണ്ടിട്ടാണ്. അല്ലേ അനുജ മാം? അതെ 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 അതെ. യെസ്. സോ ഇതാണ് ഡെവലപ്മെന്റിൽ വരുന്ന അത് നമ്മൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം, ഒരു വൃക്ഷം, അതിൽ നമ്മൾ അതിൻ്റെ റൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന വളം ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഇതൊക്കെ സെയിം അളവിലാണ് എന്നും കൊടുക്കുന്നത്. പക്ഷെ അതിൽ വരുന്ന ഇലകള്, കായ്കള്, ഇതൊക്കെ വ്യത്യസ്ത ഷേപ്പിലായിരിക്കും, സൈസിലായിരിക്കും, കളറിലായിരിക്കും. അല്ലേ? അതെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. ഈവൻ നമ്മുടെ സിബ്ലിങ്സിൽ തന്നെ ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞ ട്വിൻസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും. അപ്പോൾ സിബ്ലിങ്സിലേക്ക് വരുമ്പം ഒരാളെ പോലെ തന്നെ എല്ലാവരും എവറി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ എവറി ഹ്യൂമൻ ബീങ് ഇസ് എ യുണീക്ക് എനിമൽ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പലരും പറയും ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയി, പക്ഷെ അവൻ അങ്ങനെ ആയിപ്പോയി, രണ്ടാളും എനിക്കുള്ളത് തന്നെയല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിൽ പുറമെ അവരുടെ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അത് സിബ്ലിങ്സിനൊന്നല്ല, ട്വിൻസിനൊന്നല്ല, ഓരോ വ്യക്തിക്കും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ഓരോ കുട്ടികളെയും അവരുടെ സ്കില്ല്, അവരുടെ ലൈഫ്, അവരുടെ കരിയർ ആയിക്കോട്ടെ, അവരുടെ എവറി മൊമെന്റ് അത് ബ്യൂട്ടിഫുൾ ആക്കുന്നതും ഡള്ളാക്കുന്നതും. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള കോഗ്നേറ്റീവ് ആയിട്ടുള്ള, ഈവൻ കോഗ്നേറ്റീവ് മീൻസ് മെന്റൽ ഡെവലപ്മെന്റ് ആണ് മെയിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലെ ബൗദ്ധിക വികാസം എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഓരോ സ്റ്റേജസിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സും അതോടൊപ്പം ഇപ്പൊ ഈവൻ ഏതെങ്കിലും സ്കിൽസ് കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും പ്ലാറ്റ്ഫോമും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈവൻ അത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്ത് ഇല്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും പ്രോപ്പർ ആയിട്ടുള്ള കെയറും അറ്റൻഷനും കൊടുത്ത് സ്കിൽസോ അല്ലെങ്കിൽ ചില കുട്ടികൾ ഓവർ ഇന്റലിജൻസ് ആയിരിക്കാം. ഇപ്പൊ അധികം ഒരു ട്രെൻഡ്, ഇതിന്റെ ഇടയിൽ ഒരു ട്രെൻഡ് ആയിരുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഉണ്ടല്ലോ, അത് വാങ്ങിയെടുക്കുക എന്നുള്ളത്. പല ചില ആളുകൾ ഈ തുമ്പിനെ കൊണ്ട് കല്ലെടുക്കുന്ന പോലെ 2ഉം 3ഉം അല്ലെങ്കിൽ 1-1.5 വയസ്സായ കുട്ടീനെ ഇരുത്തി പഠിപ്പിച്ച് എടുക്കുന്നവരും ഉണ്ട്, അല്ലാതെ കിട്ടുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്കിൽസിനെ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് അത് ക്യാപ്പബിൾ ചെയ്ത് പെട്ടെന്ന് അത് എന്താ പറയാ ഡെവലപ്മെന്റലായിട്ട് വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് അതെന്തെങ്കിലും ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ആ ഒരു ഡെവലപ്മെന്റൽ ഏജിൽ വരികയാണെങ്കിൽ പ്രോപ്പർ ടൈമിൽ അത് കണ്ടെത്തി ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് ഹ്യൂമൻ ബീങ് ആയിട്ട് അത് മാറും. ഓക്കെ. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജീൻ പിയാഷെയാണ്. അറിയുന്നു തോന്നുന്നുണ്ടല്ലോ ഇതിൽ മോസ്റ്റ് ഓഫ് എല്ലാവരും കൗൺസിലിംഗ് ഫീൽഡിലുള്ളവരാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവരാണ് ഫാദർ ഓഫ് ചൈൽഡ് സൈക്കോളജി. ത്രൂ ഔട്ട് ദ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ലൈഫ് ലോങ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അവരുടെ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ, ഈ 3 സാധനം അല്ലെങ്കിൽ ഈ 3 പിന്നെ കീവേഡ്സ് അല്ലെങ്കിൽ കീ കൺസെപ്റ്റ്സ് മാറിക്കൊണ്ടേയിരിക്കും. അതായത് അവരുടെ തോട്ട്സ്, ബിഹേവിയർ, ഇമോഷൻസ്. ഒരു വയസ്സായ കുട്ടിക്കുള്ള ഇമോഷൻസോ ബിഹേവിയറോ തോട്ടോ ആയിരിക്കില്ല ആർക്കുണ്ടാവുക ഒരു 5 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ അതോ അല്ലെങ്കിൽ ഒരു 12 വയസ്സായ ആളുകൾക്ക് ഉണ്ടാവുക. അല്ലേ? വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? യെസ്. അപ്പോൾ അതാണ് ഈ സ്റ്റേജസ് ആണ് ജീൻ പിയാഷെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇതിലൂടെയാണ് ഓരോ കുട്ടിയുടെയും മൈൽ സ്റ്റോൺസ് സൈക്കോളജിക്കലി നമ്മൾ കണ്ടെത്തുന്നതും അതിലൂടെ എന്തെല്ലാം കുട്ടിക്ക് കിട്ടിയില്ല എന്നുള്ള ബോധ്യവും അല്ലെങ്കിൽ എന്നുള്ളൊരു സ്റ്റഡീസും നടത്തുന്നത്. സോ അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ 4 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് കീ കൺസെപ്റ്റ്സ് ഉണ്ട് ഈ 4 സ്റ്റേജിൽ. ഒന്നാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് വരും, അതേപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരും,
പോസ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് വരും, ദെൻ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് വരും. ഈ 4 സ്റ്റേജസും അവരുടെ ഇയേഴ്സിൽ അല്ലെങ്കിൽ വയസ്സിലുള്ള വ്യത്യാസത്തിലാണ് സ്റ്റേജസ് ആക്കി തിരിച്ചിട്ടുള്ളത്. 4 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ് ടു അഡോളസൻസ് വരെയാണ് ഈ സ്റ്റേജസ് എത്തിക്കുന്നത്. ആഫ്റ്റർ അഡോളസൻസ് അവരുടെ പിന്നെ എന്താ പറയുക, ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഓക്കെ, അതുവരെയാണ് അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ, ഞാൻ ഓഡിയബിൾ ആണല്ലോ അല്ലേ? യെസ്. ഹലോ. യെസ് മാം, ഇടയിൽ ഒന്ന് ബ്രേക്ക് ആയി, പക്ഷെ അത് കറക്റ്റ് ആയി. ഓക്കെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ചെറിയൊരു ഇഷ്യൂ ഉണ്ട് തോന്നുന്നു നെറ്റ്വർക്കിന്. എനിവേ ജസ്റ്റ് കണ്ടിന്യൂ. സോ സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഫസ്റ്റത്തെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്നത്. ഈ സെൻസറി മോട്ടോർ സ്റ്റേജ് പറഞ്ഞാൽ 0 to 2 ഇയർ ആണ്. ഒരു കുട്ടി ജനിച്ചത് മുതൽ 2 ഇയർ വരെയുള്ള കാലഘട്ടമാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് പറഞ്ഞാൽ. ഈ 0 ഏജ് വരെ അല്ലെങ്കിൽ അതുവരെ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുന്ന ആ സമയം, ആ വൂമ്പിൽ നിൽക്കുന്ന സമയം, കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് ആ ഒരു സാക്കാണ് അല്ലേ? ആ സാക്കിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ഒരു 2 ഇയർ ആകുമ്പോഴാണ് കുട്ടി നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, സറൗണ്ടിങ്സിനെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും കാണുന്നതും കേൾക്കുന്നതും സ്മെല് ചെയ്യുന്നതും സ്പർശിക്കുന്നതും സംസാരിക്കാൻ സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലേ? നമ്മൾ സെൻസ് ഓർഗൻസ് ആയിട്ടുള്ള കണ്ണ്, കേൾവി, കാഴ്ച, സ്മെല്ല്, സംസാരം, ടച്ച്, ഫീലിങ്സ്. ഈ സെൻസ് ഓർഗൻസ് യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. എന്തിനെ? ഈ സറൗണ്ടിങ്സിനെ, പിന്നെ ചുറ്റുപാടുള്ള ആളുകളെ, അതൊരു വസ്തുക്കളെ, ഇതിനൊക്കെ അവർ ഫീൽ ചെയ്യുന്നത് ഈ സെൻസറി ഓർഗൻസ് വെച്ചിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. അതേപോലെ എന്തെല്ലാം ഒബ്ജക്ട്സ് മൂവ് ചെയ്യും, മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെറിയ കുട്ടികൾ, 2 വയസ്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ 2 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് നമ്മൾ എനിമൽസിന് അല്ലെങ്കിൽ ചില ഡോഗ് ആയിക്കോട്ടെ, സ്നേക്കിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകാം. ഇതിനൊക്കെ മുമ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊട്ടും ഫ്രൈറ്റൻഡ് അല്ല. അവരത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ട് അതിനെ സ്പർശിക്കാനും അതിനോടൊപ്പം കളിക്കാനും, കാരണം അവരൊട്ടും കൺസേൺ അല്ലേ, എന്താണ് ഈ വസ്തു എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഒരു സാധനം മൂവ് ചെയ്യുന്നു എന്നതിലുപരി അവർക്കത് ഒരു എന്താ പറയുക, ടോയ് ആണ്. സോ അവർ എന്തെല്ലാം ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം മൂവ് ചെയ്യാത്ത ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു മൂവ് ചെയ്തൊരു ഒബ്ജക്ട്സിനെ കുറിച്ച് അവർ നോക്കിക്കാണുന്നത്, ഇത് എല്ലാ ദിവസവും ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ഡെയിലി കാണാണ് ഒരു ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു TV ആയിക്കോട്ടെ, ഈ ഒബ്ജക്ട്സ് അവിടെ മൂവ് ചെയ്യുന്നില്ല, അതവിടെ സ്പെസിഫിക് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ കുറേ ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അത് മൂവ് ചെയ്യാത്ത ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ മൂവ് ചെയ്യാത്ത ഒബ്ജക്റ്റിൽ നിന്നും മൂവ് ചെയ്യണ ഞാൻ ഡിഫറെൻ്റ് ആണെന്നുള്ള ഒരു ലേണിംഗ് മെത്തേഡ് കുട്ടി അവിടെ പഠിക്കുകയാണ്. ആം ഐ ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മൂവിങ് ഒബ്ജക്ട്സും മോഷൻലെസ് ആയ ഒബ്ജക്ട്സും കുട്ടി അവിടെ ഈ 2 വയസ്സിന്റെ സമയത്താണ് പഠിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് അവരുടെ ബ്രെയിനിന്റെ ഷേപ്പിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മൂവ്മെന്റ്സ് വേണം, ഫിസിക്കൽ മൂവ്മെന്റ്സ് വേണം. ഈ 2 വയസ്സ് ആ സമയത്ത് കുട്ടി കമിഴാനും അതേപോലെ ഇരിക്കാനും മുട്ടുകുത്താനും നടക്കാനും നിൽക്കാനൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇതെല്ലാം അവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് ആണ്. ഈ ഫിസിക്കൽ മൂവ്മെന്റ്സ് ആണ് അവരുടെ ബ്രെയിൻ. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അതായത് 2 to 7 ഇയർ ആണ് വരുന്നത്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതെല്ലാം കൊഗ്നിഷനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ, അവരുടെ തിങ്കിങ് ഓർ മെന്റൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഫിസിക്കൽ അല്ല, മെന്റൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, സോ ഈ സെക്കൻഡ് സ്റ്റേജിനെ ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല, അതിനെന്ത് ചെയ്യും, അതിന്റെ പേരും കൂടി അവരെന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു ഒബ്ജക്ട്സിനെ എവിടെ കണ്ടു കഴിഞ്ഞാലും അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെയിം ഒബ്ജക്ട്സിനെ പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാലും അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ, ഓർത്തെടുത്ത് പറയാൻ പറ്റും, ഇത് ഞാൻ അവിടെ കണ്ട അതേ സാധനമല്ലേ ഇവിടെ എന്നുള്ളത്. എസ്പെഷ്യലി
ബോയ്സ് നമ്മൾ കാറുകളുടെ പേരൊക്കെ പഠിക്കും അല്ലെ, ഓരോ കമ്പനീന്റെ അല്ലെങ്കിൽ ഓരോ മോഡൽ കാറുകളൊക്കെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ കാർ ഈ കാർ ഇങ്ങനെ കുട്ടികൾ പറയും. അതല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ കണ്ട ആ സാധനമാണ് ഈ സാധനം എന്നുള്ള രീതിയിൽ കുട്ടികൾ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, അതിന്റെ പേരെടുത്ത് പറയുകയും ചെയ്യും. ഓക്കെ, ഇത് ഈ സ്റ്റേജിൽ വരുന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. ആൻഡ് ദെൻ ആണ് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരിക. ഇവിടെയാണ് കുട്ടികൾ തിങ്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2 to 7 ഇയറിലാണ്. അപ്പൊ നേരത്തെ ഞാൻ ആ പസിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇമാജിനറി തിങ്കിങ് പറഞ്ഞു. അവർ ഇമാജിൻ ചെയ്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ചില ആളുകളുണ്ട്, ചില കുട്ടികൾ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചു, ഈ കഥകൾ ഉണ്ടാക്കി കഥകളൊക്കെ പറയും. പിന്നെ രസമാണ് കേൾക്കാൻ. അവരുടെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരും ഇങ്ങനെ ഭയങ്കര ഫ്ലോ ആയിട്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കിട്ടുന്നതല്ലേ. ഇവൻ നമുക്കാണെങ്കിൽ പോലും ഒരു സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസങ്ങളോളം ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോയില് മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പ്രിപ്പയർ ചെയ്താലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ഇമാജിനറി തിങ്കിങ്ങുമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും വിത്തൗട്ട് എനി പോസ്. അതാണ് ഈ ടൈമിലുള്ള ഇമാജിനേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്. പിന്നെ ഇമാജിൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിന് ഏത് സംഭവങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ ഇമാജിൻ ചെയ്യും. അതല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ആ, ഇതൊക്കെ ഉപരി, അല്ലെങ്കിൽ ഇത് ഏത് സ്റ്റേജിനൊക്കെ ഉപരി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ച്വൽ എന്താ പറയുക എഡ്യൂക്കേഷൻ, അതായത് ഓരോ സമയത്തും നമ്മൾ കൊടുക്കുന്ന എന്താ പറയാ ഒരു മോൾഡിങ് ഉണ്ടാവുമല്ലോ, ഈ രീതിയിൽ പോകണം ആ രീതിയിൽ പോകണം ഒക്കെ. എല്ലാത്തിനും അപ്പാർട്ടായിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും കുട്ടികളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത്. ആ ഡെവലപ്മെന്റിലായിക്കോട്ടെ. അപ്പൊ നമുക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ്, ഈവൻ എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈം തന്നെ ഓൺ ദ സ്പോട്ട് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇത് നമ്മളെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സോ അതേപോലെ തന്നെയാണ് ഇല്ലോജിക്കൽ തിങ്കിങ്. ഇല്ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പം ഇമാജിനേറ്റീവ് തിങ്കിങ് ഉണ്ട്, അതിന് പുറമെ തന്നെയാണ് ഇല്ലോജിക്കൽ തിങ്കിങ് വരും. അതായത് ശരിക്കും ഒരു പോസിബിൾ ആയിട്ട് കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, പക്ഷെ എക്സാക്റ്റ് ആയിട്ട് അതെന്ത് ചെയ്യില്ല, ശരിയാവില്ല. അതായത് ഓഡിബിൾ അല്ല ഒരു മാം. ചിന്തിക്കുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചോളം എന്താവൂല, അത് തെറ്റാകും. പക്ഷെ അവരെ സംബന്ധിച്ചോളം അതെന്ത് ഓഡിബിൾ അല്ല. അല്ല മാം, ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. ഹലോ, ഇപ്പൊ പറഞ്ഞു നോക്കൂ മാം. ക്ലിയർ അല്ല. ഇപ്പൊ ഇപ്പൊ ഓക്കെ പറയുന്നത് ആയില്ലോ. കേൾക്കുന്നുണ്ട്. ഹലോ, ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ട് മാം. നേരത്തെ പറഞ്ഞത് ബ്രേക്ക് ആയി പോയി. ക്ലിയർ ആണോ? ഇപ്പൊ പിന്നെയും ചെറുതായിട്ട് ബ്രേക്ക് ക്ലിയർ ആയി. അല്ലേ? ഇപ്പൊ പറയുന്നത് തിങ്കിങ് ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ. ഇമാജിനേറ്റീവ് ആയിട്ടുള്ള അത് ഓക്കെ അല്ലേ? ഇമാജിനേറ്റീവ് തിങ്കിങ് എന്നുള്ള സംഭവം അത് ഒന്ന് ബ്രേക്ക് ആയി പോയേ പറഞ്ഞത്. അല്ല, പോയിട്ടുണ്ട്. ഇമാജിനേറ്റീവ് അല്ല, ഇൻലോജിക്കൽ തിങ്കിങ് ആണ് ബ്രേക്ക് ആയി പോയത്. ഇല്ലോജിക്കൽ. ഇല്ലോജിക്കൽ തിങ്കിങ്. ഇല്ലോജിക്കൽ തിങ്കിങ് പറഞ്ഞാൽ മാം വീണ്ടും പോയി. എക്സാമ്പിളാണ് നമ്മൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് കണ്ണ് പൊത്തി കളിക്കും അല്ലെ. കണ്ണ് പൊത്തി പൊത്തി കളിക്കുമ്പം അവര് വീണ്ടും പോയോ? മൈ ഗോഡ്. ഹലോ, ഹലോ, യെസ് ഇപ്പൊ മാം. കേൾക്കുന്നുണ്ടോ?
ഉണ്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പൊ കുട്ടികൾ കണ്ണ് പൊത്തി കളിക്കുന്ന സമയത്ത് അവരുടെ കൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ ഇല്ലോജിക്കൽ തിങ്കിങ് എന്താണ്, അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും കാണാൻ പറ്റില്ല എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അവരിങ്ങനെ ജസ്റ്റ് കണ്ണ് പൊത്തുള്ളൂ, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് അവരെ കാണാൻ പറ്റും, അവർക്ക് നമ്മളെ കാണാൻ പറ്റൂലെങ്കിലും പക്ഷെ അവരുടെ കൺസെപ്റ്റ് എന്താണ്, നമുക്കും അവർക്കും എന്ത് ചെയ്യൂല, അവരെ കാണാൻ പറ്റൂല എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ അതാണ് ഇല്ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ നെക്സ്റ്റ് ആണ് ഈഗോ സെൻട്രിക് എന്നുള്ളത്. ഈഗോ സെൻട്രിക് പറഞ്ഞാൽ അവർക്ക് അവരും മതി, അല്ലെങ്കിൽ തിങ്കിങ് അബൌട്ട് ദംസെൽസ് ഓൺലി. ഒരു എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മിഠായി, ഒരു ചോക്ലേറ്റ് ഒക്കെ ഷെയർ ചെയ്യണതിലായിക്കോട്ടെ. ചില മക്കളുണ്ട് പാരൻസിനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടേ അവർ കഴിക്കുന്ന കുട്ടികളും ഉണ്ട്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻസ് കാണപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു ആണെന്നെങ്കിൽ പോലും അത് ആദ്യം അവർക്ക് കിട്ടണം, അല്ലെങ്കിൽ അവരായിരിക്കും വീട്ടിൽ എന്ത് ചെയ്യാം പ്രൈമറി മെമ്പർ എന്ന് പറയുന്നത്. അത് അവർക്ക് ഫസ്റ്റ് ഒരു സ്ഥാനം കൊടുക്കേണ്ടി വരും. ഞാൻ ആദ്യം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ചിന്ത ആയിരിക്കും ഈ പ്രായത്തിലുള്ള മക്കളിൽ കാണപ്പെടുന്നത്. അതേപോലെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ഇൻഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയും. അതായത് അവരെന്താണോ ചിന്തിക്കുന്നത് ആ കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. നേരത്തെ ഇമാജിനേറ്ററി തിങ്കിങ്ങിന് പുറമെ അവർ ഇൻഡക്റ്റീവായിട്ട് ഇപ്പോൾ എനിക്കിവിടെ പെയിൻ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കവിടെ പെയിൻഫുൾ ആയി തോന്നും. അതല്ലെങ്കിൽ ചില കുട്ടികളാണല്ലോ അങ്ങനെ നമ്മൾ പറയും അവർ അഭിനയിക്കുകയാണ്, അതിന് മാത്രം വേദന ഒന്നുമില്ല എന്ന രീതിയിൽ പറയും. പക്ഷെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. അവരത് ഈ തിങ്കിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഇൻഡക്റ്റീവ് തിങ്കിങ് എന്നും കൂടി പറയപ്പെടുന്നത്. ആൻഡ് ദെൻ ഈസ് ആബ്സെൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി. ആബ്സെൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള മക്കൾക്ക് റിവേഴ്സ് ഓർഡറിൽ ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓർഡർ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം അങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. റിവേഴ്സിബിലിറ്റി, നമ്പർ റിവേഴ്സായിട്ട് എണ്ണുന്നതല്ല പറയുന്നത്, കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള, റിവേഴ്സായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ച് നോക്കും. നമ്മൾ ഈ പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ പോയിട്ട് അതെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് വീണ്ടും അതെടുത്തിട്ട് അങ്ങനെ പറയുമല്ലോ. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമാൻഡ്സ് കൊടുക്കുമ്പോൾ അത് റീതിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് തിങ്ക് ചെയ്യാനോ ഉള്ള കാപ്പാസിറ്റി ഇവർക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. ആൻഡ് ആബ്സെൻസ് ഓഫ് കൺസർവേഷൻ. മെഷർമെന്റ്സ്, മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവരെന്തായിരിക്കും, കുറച്ച് കുറവായിരിക്കും. ഈ സ്റ്റേജിൽ അതൊക്കെ എന്ത് ക്യാപ്പബിൾ ആയിട്ട് വരുന്നതേ ഉള്ളൂ. മെഷർമെന്റ്സ് അറിയൂല. ഇവൻ ചില കുട്ടികൾക്ക് പിന്നെ ടൈം നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ മെഷർമെന്റ്സ് ഉണ്ടല്ലോ, കിലോഗ്രാം, ഗ്രാം, ലിറ്റർ, മില്ലി ലിറ്റർ, ഈ സംഭവങ്ങളൊന്നും അവർ പിന്നെ മെഷർ ചെയ്യുന്നത് ഒബ്ജക്ട്സിന്റെ സൈസ് വെച്ചിട്ടായിരിക്കാം. രണ്ട് ഒബ്ജക്ട്സ് എടുത്താൽ ഇത് ഈ സൈസ്, ഇത് ഈ സൈസ്, അപ്പോൾ രണ്ടും സെയിം. ഒന്നുകൂടി വലുതാണെങ്കിൽ ഇത് വലുത് ഇത് ചെറുത് എന്ന രീതിയിലാണ് അവരെന്ത് ചെയ്യുക, മെഷർമെന്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് അവർക്ക് ഓക്കെ ദേ ക്യാൻ തിങ്ക് ദ തിങ്സ് ഇൻ അതർ വേ ആൾസോ അക്കോർഡിംഗ് ടു ദയർ ഇമാജിനേഷൻ. അവർക്ക് അവരുടെ ബ്രേക്ക് ആവുന്നുണ്ട്. അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ തിങ്ക് ചെയ്യാനും. യെസ്, ബ്രേക്ക് ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. യെസ്. കണ്ടിന്യൂ ചെയ്തോളൂ. റെഡി അല്ലേ? യെസ്. ഓക്കെ, നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. സോ നെക്സ്റ്റ് സ്റ്റേജ് ആണ് വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇപ്പോൾ ഓൾറെഡി 2 സ്റ്റേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പറേഷണൽ സ്റ്റേജും സെൻസറി മോട്ടോർ സ്റ്റേജും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജും. ആൻഡ് തേർഡ് വൺ ഈസ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ റീസണിങ്, അതായത് 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഈ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ് റീസണിങ് സ്കില്ല്. അവരുടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ
എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, അതെന്താ ഇവിടെ വെച്ചാല്, ഇതെന്താ ഇവിടെ കൊണ്ടുപോയി വെച്ചാല്, അല്ലെങ്കിൽ അതെന്താ അവിടുന്ന് എടുത്തത് എന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ റീസണിങ് ആയിട്ട് ലോജിക്കലായിട്ട് അവർ ചോദിക്കാനും ഇവൻ നമുക്ക് വരെ ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവരെന്ത് ചെയ്യും, ഉന്നയിക്കും. അതാണ് റീസണിങ് സ്കിൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിവേഴ്സിബിലിറ്റി നേരത്തെ സ്റ്റേജിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ ഇല്ലാത്ത ആബ്സെൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി ഇവിടെ എന്ത് ചെയ്യും, വിസിബിൾ ആവും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. ആൻഡ് അതേപോലെ തന്നെയാണ് കൺസർവേഷൻ. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മെഷർമെന്റ്സ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിക്കോട്ടെ, ഇക്വേഷൻസ് ബിൽഡ് ചെയ്യുന്നതായിക്കോട്ടെ, ഈ റോബോട്ടിക്സ് സ്കില്ലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ വരുന്നുണ്ട് റോബോട്ടിക്സ്, അതുപോലെ അബാക്കസ്. മാത്തമാറ്റിക്കലായിട്ട് ഒന്നും കൂടി കൂടുതൽ അവരെന്ത് ചെയ്യും, കൺസർവേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് ഈ സ്റ്റേജിൽ സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് സോഷ്യോ സെൻട്രിക്. അവർക്ക് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനും അവരുമായിട്ട് ഇടപഴകി സംസാരിക്കാനും അവരുമായിട്ട് എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനും, ഒരു ഗ്രൂപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എന്ന രീതിയിലേക്ക് ഒരു ആസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ എന്നുള്ള നിന്നും വിട്ടിട്ട് എനിക്കും ഒരുപാട് സോഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ ഫീലിങ്സ് ഒക്കെ വരുന്ന ഒരു സ്റ്റേജാണ് 7 to 12 years എന്ന് പറയുന്നത്. ദെൻ ദ ഫൈനൽ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. പിയാഷന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഫൈനൽ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഈ സ്റ്റേജസ് വരുന്നത് 12 to 18 അല്ലെങ്കിൽ 12 to അഡോളസെന്റ് അപ് ടു ദ എൻഡ് ഓഫ് ടീനേജ് വരെയാണ് ഈ ഒരു ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജസ് വരുന്നത്. ഇവിടെയാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ആ ഒരു അഡൾട്ട് ആവില്ല, ആ ഒരു ടീനേജിന് അല്ലെങ്കിൽ ആ ഒരു 12 to 18 ഇയറിലുള്ള ഒരു വ്യക്തിക്ക് ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് വരും. അതുവരെ ഫസ്റ്റ് ഇമാജിനേറ്റീവ് തിങ്കിങ് ആയിരുന്നു, പിന്നെ അത് ഇന്റലക്ച്വൽ തിങ്കിങ് ആയി, അതേപോലെ തന്നെ പിന്നെ അത് റീസണിങ് തിങ്കിങ് ആയി. പിന്നീട് ഇവിടെയാണ് അത് വരുന്നത്, എന്ത് 12 years മുതലാണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ആ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം വരുന്നത്, അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജസിൽ വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസിലും അവരുടെ തിങ്കിങ് കപ്പാസിറ്റിയും ബിഹേവിയറും പ്രോബ്ലം സോൾവിങ്ങും എല്ലാം എന്താണ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ സ്റ്റേജിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും, ഓരോ വസ്തുക്കളെ കുറിച്ചും അബ്സ്ട്രാക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും ലോജിക്കലി അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് മുന്നോട്ട് പോകാനും സാധിക്കും. പ്രോബ്ലം സോൾവിങ്ങും വരുന്നത്, പ്രോബ്ലം സോൾവിങ് അതേപോലെ ഡിസിഷൻ മേക്കിങ്ങും ഈ ഒരു ഏജിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഏതൊരു പ്രോബ്ലത്തിനും അതിനൊക്കെ ഉപരി നമ്മൾ അവരെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഒരു പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികളെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സന്തോഷത്തിന് പുറമെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ ലൊക്കേഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവർ ഓരോ സന്ദർഭത്തിലും ഏതൊക്കെ രീതിയിൽ പെരുമാറുന്നുണ്ട്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇമോഷണലി അവർ എത്രത്തോളം ഡെവലപ്മെന്റലായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും. എസ്പെഷ്യലി ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തിയ കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഈവൻ 12 years ആയിട്ടുണ്ടെങ്കിൽ പോലും ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റിയാണ്. അതായത് ഫസ്റ്റ് ബോൺ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കുട്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബത്തിലൊരു കുട്ടി മാത്രം ഉണ്ടാവുക എന്ന സാഹചര്യത്തിൽ അവർക്ക് എന്താണോ വേണ്ടത് എന്നത് അവർ പോലും ഇവൻ അവർ പറയാതെ ഒരുപാട് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ മീൻ വരുമ്പോൾ മിഠായി വാങ്ങിച്ചു കൊടുക്കുക, ഓരോ സാധനങ്ങളും കൂടുതലായിട്ട് അവൈലബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കുട്ടികളിലാണ് ഈ വാശി, ദേഷ്യം ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ എപ്പോൾ വരുന്നു, ഇത് ഇവർക്ക് കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഈ പാമ്പറിങ്ങിന്റെ അളവ് കുറച്ച് കുറയും.
അല്ലെ? ഒരു ഏകദേശം ഒരു 7 അല്ലെങ്കിൽ ഒരു 6-8 വയസ്സ് വരെയൊക്കെ പാമ്പറിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഓരോ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകാരം ഈ പാമ്പറിങ്ങിലും എന്ത് ചെയ്യുക, ആ ലെവല് കുറയും. സ്വാഭാവികമായിട്ടും ഈ ലെവല് കുറയുമ്പോൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇല്ലാതാകുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? ഫ്രസ്ട്രേറ്റഡ് ആവും, റിയാക്റ്റ് ആവും, അതിനെതിരെ എന്ത് ചെയ്യും? പ്രതികരിക്കും. ആ പ്രതികരിക്കുന്ന രീതികളാണ് എന്ത്? ദേഷ്യം, വാശി, കുറുമ്പ്, അനുസരണക്കേട് എന്നുള്ള രീതിയിലേക്ക് ഇത് വരും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നോ എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നോ ഏത് ടൈപ്പ് ഡിസിഷൻ എടുക്കണമെന്നോ അവർക്ക് ചിന്തിക്കാൻ പറ്റൂല. ഈവൻ അവർക്ക് ഒരു ഒറ്റക്കായി പോവുക എന്നുള്ളതിൽ പോലും അവർക്ക് ഭയങ്കര ഫിയറിങ് ഫീലിംഗ് ഓഫ് ഫിയർഫുൾ ലോൺലിനെസ് അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസീവ് ആവുക എന്നുള്ള രീതിയിലേക്ക് എത്തും. കാരണം അവർക്കൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനോ ഭാവിയിൽ ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. സോ നെക്സ്റ്റ് തിങ്ക് അബൌട്ട് കോൺസിക്വൻസസ്. ഈ പ്രായത്തിൽ അവരെന്ത് ചെയ്യും? ഒരു തന്നെ ഹലോ റിപ്പീറ്റ് ചെയ്യാവോ? ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ബ്രേക്കായി. കോൺസിക്വൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? യെസ് മാം. ഓക്കെ. ഈ ഏജിലാണ് ദേ ആർ തിങ്കിങ് അബൌട്ട് ദ കോൺസിക്വൻസസ്. അതായത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടോ? ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിന്റെ പ്ലാൻ നോക്കും. ഇത് ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, അഥവാ ചെയ്താൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, ഈ പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ അത് ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതൊക്കെ അവർ എന്ത് ചെയ്യും? ചിന്തിക്കാൻ തുടങ്ങുന്ന സ്റ്റേജസ് ആണ് ഈ 12 to 18 ഇയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു സംഭവത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴും അവരിങ്ങനെ ആദ്യം അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കോൺസിക്വൻസും ഇതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റും ലോസും അവരെന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഹൈപ്പോത്തറ്റിക്കൽ റീസണിങ് ആണ്. തിങ്കിങ് ഓഫ് കമ്മിങ് പോസിബിലിറ്റീസ്, ഡിഫറെന്റ് ലോജിക്സ്. ഇതൊക്കെ ഓരോ അതായത് ഒരു സംഭവം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കോൺസിക്വൻസ് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഭാവിയിൽ ഇതിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് സൊസൈറ്റിക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുക. ഈ രീതിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട് സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ അതോടൊപ്പം തന്നെ അയാളുടെ വളർച്ചയ്ക്കും കരിയറിനും പേഴ്സണാലിറ്റിക്കും ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നൊക്കെ രീതിയിലൊക്കെ അവരെന്ത് ചെയ്യും? ചിന്തിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനും എഫേർട്ട് ഇടാനും അവരെന്ത് ചെയ്യും? തയ്യാറാകുന്നുള്ളതാണ്. ഇതൊരു ഏകദേശം ഒരു 12 ഇയർ മുതലല്ല, ഒരു 17-18 ആ പ്രായത്തിലാണ് ഈ പറഞ്ഞ ലാസ്റ്റ് 2 പോയിന്റ്സും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇത്രത്തോളാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതിലൊരു കാര്യം കൂടി കൂട്ടി യോജിക്കാനുള്ളത് വെച്ചാൽ ഈ റീസണിങ് തിങ്കിങ്ങിൽ പറയുമ്പോൾ ഈ റീസണിങ് തിങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ചില കുട്ടികൾക്ക് തിങ്കിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കാം, ചില കുട്ടികൾക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടായിരിക്കണം എന്നില്ല, ഈവൻ അത് ഏജ് ഓഫ് 7 to 12. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമാജിനേറ്റീവ് തിങ്കിങ് ആയിക്കോട്ടെ, റീസണിങ് തിങ്കിങ് ആയിക്കോട്ടെ, പല ഡിസോർഡേഴ്സിലേക്കും പോകാം. ഈവൻ ഡിസോർഡേഴ്സിലേക്ക് പോവാതെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയെ സമയത്തോളം ഈ തിങ്കിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു എക്സാമ്പിൾ ആണ്, കണ്ടുവരുന്ന ഒരു പ്രേരണയാണത് AI ടൂൾ വന്നത്, അല്ലെ? ഈ AI ടൂൾ വന്നതിന് ശേഷം എന്തിനു കുട്ടികൾ നമ്മൾ പോലും നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ തിങ്കിങ് കപ്പാസിറ്റി ആയിക്കോട്ടെ ഇതൊക്കെ അവിടെ അടച്ചു വെക്കുകയാണ്. എന്തും ഏതും ChatGPT അല്ലെങ്കിൽ ജെമിനി പോലത്തെ AI സെർച്ച് എൻജിൻസിൽ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ആൻസേഴ്സ് ചടപടാന്ന് പറയാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യൂല?
ഇതിന് വേണ്ടി പരിശ്രമിക്കാനോ അതിനു വേണ്ടി റിസർച്ച് ചെയ്യാനോ അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം അവരുടെ ആ കാര്യത്തിൽ എന്ത് ചെയ്യൂല, ഉണ്ടാവൂല എന്നുള്ളതാണ്. ഫുള്ള് കംപ്ലീറ്റ് ChatGPT എന്ത് ചെയ്യും, കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല കുട്ടികളും ചോദിക്കുന്നതാണ്, ഇപ്പൊ ഇന്നൊരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്, കുട്ടികൾ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തിനാ നിനക്ക് പഠിക്കേണ്ട ആവശ്യം, ഒക്കെ ChatGPT ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു അസൈൻമെന്റ് കൊടുത്താല്, ഒരു നോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാല്, ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാല്, ആ കണ്ടന്റ് അല്ലെങ്കിൽ എന്താണോ ആ ക്വസ്റ്റ്യന് അല്ലെങ്കിൽ എന്താണോ ആ പ്രോജക്റ്റിന്റെ കണ്ടന്റ്, അതാണ് അടിച്ചു കൊടുത്താൽ മൊത്തത്തിൽ വരും. അപ്പോൾ ചിലർ ചോദിക്കും ഈ എന്താ പറയാ, മൊത്തത്തിൽ വരുന്ന സമയത്ത് ChatGPT തന്നെ പല ലാംഗ്വേജസ് ഉണ്ടാവും. അല്ല, കട്ടിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, സാധാരണ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതും ഈ കുട്ടികൾക്ക് അറിയാം ഇവർക്ക് ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് വേണ്ടത്, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലത്തെ AI സെർച്ച് എഞ്ചിൻസിന് അത് ജനറേറ്റ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ സിസ്റ്ററിൻ്റെ മകള് ഇതേപോലെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ എന്തോ ഒരു പ്രോജക്റ്റോ എന്തോ ചെയ്യാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവരെന്തോ ഇതേപോലെ AI വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതിൽ വരുന്നതൊക്കെ ഭയങ്കര, ചിലത് ഭയങ്കര കടുകട്ടി ഇംഗ്ലീഷ് ആവുമല്ലോ. അപ്പൊ ഇതൊക്കെ ടീച്ചേഴ്സ് പൊക്കൂലേ, അല്ലെങ്കിൽ ഇതൊക്കെ അവർക്ക് മനസ്സിലാവില്ല, ഇത് ChatGPT ആണെന്നുള്ള മനസ്സിലാവില്ല വെച്ചപ്പോ അവര് പറയാണ്, അതില് ഇങ്ങനെ ഈ രീതിയിൽ ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ ഗീവ് മീ സം എക്സാമ്പിൾ ഫോർ ഹാർഡ് വർക്ക് for the give മോഡിബിൾ me അല്ല. some example for hard work uh, to to a 7th standard student, അല്ലെങ്കിൽ അവരോട് ഇപ്പൊ ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ ആ, പറയുന്ന റിപ്ലൈ മാമിന് ലേറ്റ് ആയിട്ട് കേൾക്കുന്നതെന്ന് തോന്നുന്നു. ആണല്ലേ, ഓക്കെ, ഐ എം സോറി. അപ്പോൾ അവരുടെ ഏത് ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ അവരുടെ ഏജോ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് വരെ അവർ ആ കണ്ടന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കണ്ടന്റ് ആണ് AI എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിനെ കബളിപ്പിക്കാനോ ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യാനോ പറ്റും. ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു AI ടൂള് കാരണം കുട്ടികളിൽ നഷ്ടപ്പെടാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ക്രിയേറ്റിവിറ്റിയും, രണ്ട്, തിങ്കിങ് കപ്പാസിറ്റി. ലോജിക്കൽ തിങ്കിങ് ആയിക്കോട്ടെ, അബ്സ്ട്രാ തിങ്കിങ് ആയിക്കോട്ടെ, ഇമാജിനേറ്ററി തിങ്കിങ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് തിങ്കിങ്ങും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂല. അതാണ് ഇതുകൊണ്ടുള്ള മെയിൻ എന്താ പറയുക, ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു പ്രശ്നം വരുന്നത്, തിങ്കിങ് കപ്പാസിറ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ വരുന്നതാണ് ഫിസിക്കൽ സ്റ്റേറ്റ് വരുന്നത്. അതിൽ പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ഫുഡ് കിട്ടാത്ത ഒരവസ്ഥ, ഡെഫിഷ്യൻസി ഓഫ് ഹെൽത്തി ഫുഡ്. അത് ഓരോ സമയത്തിന് നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങളോ അത് കിട്ടാതിരിക്കുന്ന അവസ്ഥ, കാൽഷ്യം, പൊട്ടാസ്യം, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ഇപ്പോൾ കൂടുതലായിട്ടും ഏതൊരു കുട്ടീനെ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ, അല്ലെങ്കിൽ തീരെ ശ്രദ്ധയില്ല, അല്ലെങ്കിൽ ഭയങ്കര അലർജറ്റിക് ആണ്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ തീരെ ഇല്ല, ഇങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി കാണാൻ സാധിക്കും. ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വേരിയേഷൻസ് അവരുടെ ലെവൽസിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇതിന്, അതായത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് ലിങ്ക്ഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസസ്, എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ, ഫാമിലിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, പാരൻസ് തമ്മിൽ വഴക്കാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് എന്തെങ്കിലും ഡിറ്റാച്ച്മെന്റ്സോ അറ്റാച്ച്മെന്റ്സോ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം കുട്ടികളുടെ റീസണിങ് സ്കില്ലിനെ ബാധിക്കും. അതേപോലെ തന്നെയാണ് ഇമോഷണൽ സ്റ്റേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ടുള്ള ടെമ്പർ ടാൻഡ്രം എന്ന് പറയും, കൂടുതലായിട്ടുള്ള പാമ്പറിങ്, ഈ രീതിയിലും ഉണ്ടാകുമ്പോൾ ഇമോഷണൽ സ്റ്റേജസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാത്ത ഒരവസ്ഥ വരുമ്പോൾ തിങ്കിങ് കപ്പാസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കുറയും. അതേപോലെ സോഷ്യൽ സ്കിൽസും സോഷ്യൽ സ്റ്റേറ്റ്സ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുമ്പോഴും ഈ രീതിയിലുള്ള അതേപോലെ ഇൻസ്പിറേഷൻസ്, ഈ രീതിയിലുള്ള തിങ്കിങ് കപ്പാസിറ്റി കുട്ടികളിൽ കുറഞ്ഞു വരാൻ കണ്ടുവന്നിട്ടുണ്ട്. അടുത്തായിട്ടാണ് നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് കുറച്ച് പോർഷൻസേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം, ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടുണ്ട്.
ഈ സോഷ്യൽ ഡെവലപ്മെന്റിൽ പറയുമ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന സംഭവമാണ് കുട്ടികൾ സോഷ്യലായിട്ട് അധികം ഇൻട്രാക്ഷൻസ് ഇല്ലാത്ത ഒരവസ്ഥ. വീട് സ്കൂള്, അല്ലെങ്കിൽ സ്കൂള് വീട്, അല്ലെങ്കിൽ പാരൻസ് ആണ് അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത്. പണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും പോകുന്ന ആ സമയത്തുള്ള ഒരുപാട് ഇൻട്രാക്ഷൻസ്, നടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസ് ഒന്നും വേണ്ട. ഇപ്പൊ ഒരാളായിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ചകൾ, സ്പർശിക്കുന്ന വസ്തുക്കൾ, കിട്ടുന്ന സ്മെല്ലുകൾ, നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടികളുടെ സോഷ്യൽ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ സോഷ്യൽ സ്കില്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കുട്ടിക്ക് 3 മാസം പ്രായമാകുമ്പോഴാണ്. ഓക്കെ, ഈ 3 മാസത്തിൽ കുട്ടി എങ്ങനെ സോഷ്യൽ ഇന്ററാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? 3 മാസം ആകുന്ന സമയത്ത് ഈ കുട്ടിക്ക് കുട്ടിയുടെ കെയർ ഗിവറോ പാരൻസോ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും, അല്ലെങ്കിൽ ബാക്കി ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും കുട്ടി ഭയങ്കര ടെൻസ്ഡ് ആവും, ഭയങ്കര വെറിയിങ് ആവും. കാരണം ആ കുട്ടി അവരുടെ പാരൻസിന് മുന്നിലോ അല്ലെങ്കിൽ അവരുടെ പ്രൈമറി കെയർ ഗീവറിന് മുമ്പിൽ മാത്രമേ കുട്ടി എന്തായുള്ളൂ, ഹാപ്പി ആയിട്ട്, സ്റ്റേബിൾ ആയിട്ട്, കാമായിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലാത്ത ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു ലൊക്കേഷൻ ആയിക്കോട്ടെ, ഏതൊരു അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഈവൻ ആ കുട്ടിയുടെ വീടോ അല്ലെങ്കിൽ ആ കുട്ടി എന്നും പഴകി പരിചരിച്ച ആ ഒരു റൂം പോലെ അല്ലെങ്കിൽ പോലും ആ കുട്ടി എന്ത് ചെയ്യും, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അല്ലെ, നമ്മൾ കണ്ടുവരുന്ന സംഭവമാണ്. എന്നാൽ ഒരു 5 മാസം പ്രായമായ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ എൽഡേഴ്സിനെ, ആ കെയർ ഗീവർ അല്ലാത്ത വ്യക്തികളെ കണ്ടാൽ കുട്ടി എന്ത് ചെയ്യും, കോപ്പറേറ്റ് ചെയ്യും, ചിരിക്കാൻ തോന്നും, ചിരിക്കും, അവരുമായിട്ട് എന്താ പറയുക, കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടും, എല്ലാ വ്യക്തികളുടെ അടുത്തേക്കും ചാടി ചാടി പോകും. എന്നാലോ 8 മാസം ആകുമ്പോഴോ 8th മന്തിൽ ഇത് നേരെ തിരിച്ചു പോകും. സ്ട്രേഞ്ചേഴ്സിനെ കാണുന്നത് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യും, അലർജിയാവും, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് കാണുമ്പോൾ കുട്ടി സ്റ്റേ ബാക്ക് ചെയ്യും. അവർ പരിചയമുള്ള ആളുടെ അടുത്ത് മാത്രമേ കുട്ടി സംസാരിക്കുള്ളൂ, നോക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കണേ കാണാം. അത് ഭയങ്കര, അതൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യും, സ്ട്രേഞ്ചർ ആവും. ഓക്കെ, 8 മന്ത് മുതൽ. ദെൻ 2 ഇയർ മുതൽ കുട്ടികൾ എന്ത് ചെയ്യും, ഒന്നും കൂടി സോഷ്യലായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, ഫ്രണ്ട് എസ്പെഷ്യലി ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടെത്താനും, ഏതെങ്കിലും കുട്ടി എവിടെയെങ്കിലും കളിക്കണ കണ്ട് അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ വിച്ച് മീൻസ് ദേ ആർ ലൈക്ക് ടു പ്ലേ വിത്ത് ദം. ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഈ പ്രായമുള്ള കുട്ടികൾക്ക് വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ, ഗസ്റ്റുകൾക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാവും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആരെങ്കിലും വരിക, പുറത്തുനിന്ന് ഒരാൾ പിന്നെ വരുന്നതും, ഒരാൾ കളിക്കാൻ വരുന്നതും, ആ കുട്ടിയോട് സംസാരിക്കുന്നതും, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം ആ കുട്ടി ഇത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഇതൊക്കെ എന്താണ്, പുതിയൊരു അറിവായിട്ട് മാറും. അപ്പൊ ഇതൊക്കെ എന്താണ്, ആസ് എ പാരന്റ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഗീവ് ദം ദ അപ്രോപ്രിയേറ്റ് വൺ അറ്റ് ദ അപ്രോപ്രിയേറ്റ് ടൈം. സോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുട്ടികൾ കൊടുക്കുന്ന സമയത്ത് ആസ് എ പാരന്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് മെന്റൽ നീഡ്സ് ഉണ്ട് ഫോർ അവർ ചിൽഡ്രൻ. കുട്ടികൾക്ക് നമ്മൾ സോഷ്യൽ എക്സ്പോഷർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മെന്റലി നമ്മൾ സ്പെഷ്യൽ കെയർ എടുത്ത് മെന്റൽ ഇമ്പോർട്ടൻസ് അവർക്ക് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്, സേഫ് ആവാൻ വേണ്ടി. ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആണ് മേക്ക് ദം സേഫ് ആൻഡ് നീഡ് ടു ബി സേഫ്. അവരെന്ത് ചെയ്യുക, എപ്പോഴും സേഫ് ആക്കുക എന്നുള്ളത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്തൊരു മൈന്യൂട്ട് കാര്യങ്ങൾ വന്നാലും, സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, അവര് നമ്മുടെ പാരൻസ്, മദറിനോടോ ഫാദറിനോടോ ആരെങ്കിലും ഒരാളോടെങ്കിൽ പോലും ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, അത് പിന്നെ ഡെയിലി ഉള്ള ഓരോ കാര്യങ്ങൾ സംസാരിക്കാനും, കുട്ടികൾക്ക് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഒരു പാരന്റ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെ ഫീലിംഗ് കംഫർട്ടബിൾ ആൻഡ് സേഫ്, അവർക്ക് എന്തിനും ഏതിനും ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും, ദർ വിൽ ബി എ പേഴ്സൺ ഫോർ മീ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണം ബിഫോർ യു എക്സ്പോസ് യുവർ ചൈൽഡ് ടു ദ സൊസൈറ്റി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് ടു ബി ലവ്ഡ്. ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്നുള്ള പോയിന്റ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മൾ മക്കളെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം, അത് കാണിച്ചു കൊടുക്കണം, അല്ലേ?
അല്ലാതെ ഇങ്ങനെ ആക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിലുപരി നമ്മൾ കുട്ടികളെ എക്സ്പീരിയൻസ് അതായത് പ്രാക്ടിക്കലി അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് കുട്ടികൾ എന്ത് ചെയ്യാം, അത് ഇമിറ്റേറ്റ് ചെയ്യണം. അല്ലാതെ അവർ കാണാത്ത ഒരു സംഭവം അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ ചെയ്യണില്ലല്ലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എന്താ ചെയ്യാത്തത്, എനിക്ക് മാത്രമാ ചെയ്യാൻ പറ്റുക എന്ന രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അവർ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് നമ്മളിൽ കണ്ട ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് അത് കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യണത്, ഇമിറ്റേറ്റ് ചെയ്യണത്. അത് കാണാത്തിടത്തോളം കാലം അവരെന്ത് ചെയ്യൂല, ഇമിറ്റേറ്റ് ചെയ്യൂല. സോ ടീച്ച് യുവർ ചിൽഡ്രൻ ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഡിപെൻഡൻസ്. കുട്ടികളെ സ്വതന്ത്രമാക്കുക എന്നുള്ളത്. കുട്ടികൾക്കും, അതായത് ഒരു മുതിർന്നു കഴിഞ്ഞാൽ, ഒരു 18 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു വ്യക്തി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതല്ല. അവർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാവാം, ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിങ്ങാണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും ഒരു പ്രയോറിറ്റി കൊടുക്കുക. എപ്പോഴും കൊടുക്കണം എന്നല്ല, ചില ഇഷ്ടങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ പ്രയോറിറ്റൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ ഒന്നും കൂടി മെച്ചുവേർഡ് ആക്കും, അല്ലെങ്കിൽ ഒന്നും കൂടി പാരൻസിനെ അടുപ്പിക്കും. അവരുടെ ആ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബെറ്റർ ആവും എന്നുള്ളതാണ്. അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിലോ ആ ഒരു ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ കുട്ടികളെ കൂടുതൽ എന്താ പറയുക, ഭയങ്കര ഹെലികോപ്റ്റർ പാരന്റിങ് പോലെ എല്ലാ കാര്യത്തിനും അവരെ മോണിറ്റർ ചെയ്ത് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം, എന്താ അങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കിയാൽ എവറി ടൈം അവരിങ്ങനെ സ്കോൾഡ് ചെയ്തുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുട്ടികൾ കാണിക്കുന്ന ബിഹേവിയറാണ് ക്രൈയിങ്, ആങ്കർ, സ്റ്റബോൺ, ഈ രീതിയിലുള്ള ഇമോഷണൽ ബിഹേവിയറിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യും, മാറും എന്നുള്ളതാണ്. പിന്നെ ഫോർത്ത് പോയിന്റ് ആണ് സപ്പോർട്ടിങ് പാരന്റ് ആവുക എന്നുള്ളത്. കെയറിങ് കൊടുക്കുക, അംഗീകരിക്കുക. അവര് എന്ത് കാര്യമാണെങ്കിലും ആദ്യം അവരെ കേൾക്കാനും അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളത്. ആൻഡ് ദ ഫൈനൽ പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്, ടു ബി ചാമ്പ്യൻ. നമ്മുടെ കുട്ടി ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു വൈഡ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പോലെ തന്നെ ഒരു വൈഡ് ആൻഡ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയക്ക് കുട്ടികളെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവരെ വിജയിക്കാനും നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കണം എന്നുള്ളതും നമ്മൾ പഠിപ്പിക്കേണ്ടത് ആസ് എ പാരന്റ് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഈ 5 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഒരു കുട്ടിയെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാനും സോഷ്യലി എക്സ്പോസ് ചെയ്യാനും സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്താലാണ് ഹി വിൽ ബി എ ബെറ്റർ ഹ്യൂമൻ ബീങ്. ഓക്കെ. അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ വേഗം പറയാം, നമുക്ക് സമയപരിധി ഉണ്ട്. ഒന്നല്ലേ? ഓക്കെ, ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. താങ്ക് യു സോ മച്ച്. Good evening, ma'am. You took it in a Good nice way, evening. but due to disturbance, ഒരു കണ്ടിന്യൂറ്റി കിട്ടിയിട്ടില്ല. ഞാനൊക്കെ ഇതിന് വളരെ പുതിയ കോൺസെപ്റ്റ്സ് ആണ്. സോ ബ്രേക്ക് ആയതുകൊണ്ടുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട്. എനിവേ യു ആർ ടേക്കൺ ഇറ്റ് വെൽ. നമുക്ക് കുറെ മനസ്സിലാക്കാനുള്ളതുണ്ട്. അതായിരുന്നു ഡിഫിക്കൽട്ടി. വെൽ ഡൺ മാം. താങ്ക് യു സോ മച്ച്. അഫ്നാൻ മാം, ഒരു പക്ഷേ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കേട്ട് പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാതെ വരുന്ന പാരന്റ്സിന് തീർച്ചയായിട്ടും കുറച്ച് നേരത്തെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന വളരെ വിലമതിക്കുന്ന വിഷയങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് അവരുടെ മക്കൾ വലുതായെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇതിനെക്കുറിച്ച് അറിയാതിരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ഒരു സഹായമാവാനും, അതുപോലെ തന്നെ ഭാവിയിൽ ഇപ്പൊ മക്കള് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ വളർത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന്റെ സമയത്തോ ഇത്തരം കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കാനും, അന്ന് ചിലപ്പോൾ ഒരു പക്ഷെ ഇതിലും അപ്ഡേറ്റഡ് ആവേണ്ടി വരും നമ്മൾ.
പക്ഷെ എന്നാൽ Yes. പോലും ആ ഒരു ബേസ് ഇങ്ങനെയാണ് വളർത്തേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു ബോധവൽക്കരണം തീർച്ചയായിട്ടും ആവശ്യമാണ് ഇന്നത്തെ കാലത്ത്. ഒരുപാട് പേരൊക്കെ മാം നേരത്തെ പറഞ്ഞ പോലെ നെറ്റും അതും ഇതൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആയാലും പഠിച്ചു പറയുന്ന ഒരാളെക്കാൾ വലുതാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗൂഗിളൊക്കെ ആയാലും എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടല്ലോ. മറ്റൊരാളുടെ അടുത്തുനിന്ന് കേൾക്കുമ്പോഴാണ് അതിനൊരു എഫക്റ്റ് തീർച്ചയായിട്ടും കൂടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇനിയും ക്ലാസ്സുകൾ വരട്ടെ. ഒരു ചെറിയൊരു ഉണ്ടായിരുന്നെങ്കിൽ പോലും യു ഹാവ് മാനേജ്ഡ് ഇറ്റ് വെരി വെൽ. കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ടുഡേസ് സെഷൻ. അതുപോലെ Thank you, തന്നെ ma'am. അനുജ മാം വളരെ മനോഹരമായി തന്നെ ഒരു ഇൻട്രോ പറഞ്ഞു. തീർച്ചയായിട്ടും റെക്കോർഡിംഗ് മാം കേൾക്കണം. നന്നായിട്ട് തന്നെയാണ് അനുജ മാം വെൽക്കം ചെയ്തു. മാം നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിലാണ്. ട്രെയിനേഴ്സ് ടോക്കിന്റെ മറ്റൊരു സെഷനുമായി സാറ്റർഡേ ഈവനിങ് നമുക്ക് വീണ്ടും കാണാം. അന്നും ഇതുപോലെ തന്നെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവരും നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you, ma'am. Thank you. Good night. ഗുഡ് നൈറ്റ്.